സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ ഇലക്ട്രിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പടത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ റൂസോ ബ്രദേഴ്സ് നാടെങ്ങും ചുറ്റി നടന്ന് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ സൂര്യ ഏതൊരു പടത്തിന്റെ പ്രൊമോഷന് പോയാലും റോളക്സ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കുന്ന കൂട്ട് നമ്മുടെ റൂസോ ബ്രദേഴ്സ് എവിടെ പോയാലും ചോദിക്കുന്ന അപ്ഡേറ്റ് ഏതിന്റെ ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയാലോ. ഓഫ് കോഴ്സ് ഡൂംസ്ഡേ അപ്ഡേറ്റ്. അപ്പോൾ പടത്തെ പറ്റിയിട്ടുള്ള കുറച്ച് പ്രധാന വിവരങ്ങൾ റൂസോ ബ്രദേഴ്സ് അവരുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഡൂംസ്ഡേയിൽ അപ്പിയർ ആകാൻ പോകുന്ന RDJയുടെ ഡൂമിന്റെ പദ്ധതി, എന്താണ് ഡൂമിന്റെ ഒരു ഉദ്ദേശം എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് ഒരു ഇൻസൈഡർ, അതായത് നമ്പാൻ പറ്റിയ ഒരു ഇൻസൈഡർ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതിനെപ്പറ്റിയൊക്കെ തന്നെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, നമുക്ക് റൂസോ ബ്രദേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങിക്കളയാം. അതായത് RDJ ഡോക്ടർ ഡൂമായിട്ട് വരുന്ന ഒരു തീരുമാനം നമ്മളെല്ലാവരും അറിഞ്ഞത് സാന്റിയാഗോ ഡി കോമിക്കോണിലാണ്. എന്നാൽ അതിനും കുറെ മുന്നേ, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1 വർഷം മുന്നേ തന്നെ ഈ ഒരു പ്ലാൻ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് RDJയുടെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പുള്ളിക്കാരനെ ഡോക്ടർ ഡൂമായിട്ട് റിട്ടേൺ ചെയ്യിക്കണമെന്നുള്ളൊരു കാര്യം പറയുകയും പുള്ളിക്കാരൻ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ നമ്മുടെ ജോനാഥൻ മേയേഴ്സിന്റെ കേസ് ഒന്നും അന്ന് നിലവിലില്ല, പുള്ളി അറസ്റ്റിലായിട്ടില്ല. ആൻഡ് നമ്മുടെ മാർവലിന്റെ ആ സമയത്ത് ഒരു മെയിൻ വില്ലൻ എന്നുള്ള രീതിക്ക് പുള്ളിയുടെ ക്യാങ് ഡൈനാസ്റ്റി ഒക്കെ ആയിരുന്നു മെയിൻ ആയിട്ട് മുമ്പിൽ നിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമീനിയ പടത്തിൽ എന്താണ് സംഭവിച്ചത്. മെയിൻ വില്ലനായിട്ട് കൊണ്ടുവരുന്ന ക്യാങ്ങിനെ ആൻഡ്മാൻ വരെ അടിച്ച് തൂഫാനാക്കി പതച്ചു വിട്ട പോലെയായിരുന്നു ആ പടത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓഡിയൻസിന് ക്യാങ്ങിനെ ഒരു മെയിൻ വില്ലനായിട്ട്, അതായത് MCUവിന്റെ ആ ഒരു ഫേസിലെ മെയിൻ വില്ലനായിട്ട് അംഗീകരിക്കാനുള്ള ഒരു ടെൻഡൻസി വളരെ നല്ല രീതിയിൽ കുറയുകയാണ് ഉണ്ടായത്. സോ അതുകൊണ്ട് തന്നെ ക്യാങ്ങിന് മുകളിൽ ഒരു ബിഗ് ബാഡ് എന്ന രീതിക്ക് ഒരു വില്ലനെ അവർ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഡോക്ടർ ഡൂം എൻ്റർ ആവുന്നത്. എന്നാൽ മാർവലിലോട്ടിന് തിരിച്ചില്ലെന്ന് പറഞ്ഞ RDJ എങ്ങനെയാണ് ഈ റോളിലോട്ട് പിന്നെ തിരിച്ചു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി മാർവലിലോട്ടിന് തിരിച്ചില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പുള്ളി മെയിനായിട്ട് പറഞ്ഞത് അയൺമാൻ്റെ ഒരു ലെഗസി അവിടെ അവസാനിച്ചു, ഇനി എന്തായാലും താൻ അയൺ സൂട്ട് ധരിച്ച് അയൺമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറായിട്ട് വരത്തില്ല എന്നാണ്. ആൻഡ് കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള റോൾ ചെയ്യാനായിരിക്കും താൻ ഇനി കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പുറത്ത് വിട്ട നെക്സ്റ്റ് സെക്കൻഡിൽ നോളന്റെ ഓപ്പൺ ഹേമറിൽ തന്നെ ഒരു ബ്ലാസ്റ്റ് പെർഫോമൻസ് അങ്ങ് കാഴ്ചവെച്ച്. ആൻഡ് അവിടെ നിന്ന് അങ്ങനെ ഈ ഡോക്ടർ ഡൂമിന്റെ ക്യാരക്ടറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പരം ചലഞ്ചിങ് ആയിട്ട് എന്താണ് RDJക്ക് മുമ്പിൽ ഓഫർ ചെയ്യപ്പെടാനായിട്ടുള്ളത്. അയൺമാൻ എന്ന് പറയുമ്പോൾ തന്നെ പുള്ളിയുടെ മുഖം വരുന്ന രീതിയിൽ ആ ക്യാരക്ടറിനെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ക്യാരക്ടറുള്ള സെയിം യൂണിവേഴ്സിന്റെ തന്നെ ഒരു വില്ലനായിട്ട് വരിക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓൾറെഡി ഒരു ഹീറോ എന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഹീറോ ഇമേജിനെ ബ്രേക്ക് ചെയ്ത് ഒരു വില്ലൻ മോഡിലോട്ട് എൻ്റർ ആവാനുള്ള പുള്ളിയുടെ ഒരു, ഞാൻ ആദ്യമേ പറഞ്ഞ പുള്ളിയുടെ ആ ഒരു ചലഞ്ചിങ് റോൾസിന് വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇനി നമുക്ക് കുറച്ച് വില്ലൻ കളികളാവാം. എന്നാ പാക്കറ ഒറിജിനലാവേ നാ വില്ലൻ. ആൻഡ് അങ്ങനെയാണ് RDJയുടെ ഡോക്ടർ ഡൂം സീനിലോട്ട് വരുന്നത്. ആൻഡ് അവിടെ നിന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റൂസോ ബ്രദേഴ്സ് മറ്റൊരു അപ്ഡേറ്റ് കൂടെ തന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ സീക്രട്ട് വാർസിൻ്റെയും ആൻഡ് ഡൂംസ്ഡേയുടെയും ഒരു ഡ്യൂറേഷൻ, എത്ര നേരം ഉണ്ടാവും പടം എന്നുള്ള കാര്യത്തിലും ചെറിയൊരു ടീസിങ് അവർ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് പോലും പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോഴേക്കും പറയപ്പെടുന്ന ഈ ഒരു ഡ്യൂറേഷനെ പൂർണ്ണമായിട്ടും അങ്ങ് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും പുള്ളിക്കാരൻ പറയുന്ന രീതിക്ക് നമുക്കതൊരു അപ്ഡേറ്റ് ആയിട്ട് പറയാമല്ലോ. സോ ഇവരിപ്പോൾ പറയുന്നത് ഡൂംസ്ഡേ 2.5 മണിക്കൂറോളം ഉള്ള ഒരു പടമായിരിക്കും. ആൻഡ് സീക്രട്ട് വാർസിലോട്ട് വന്നാൽ കുറച്ച് ലെങ്തി ആയിരിക്കും, 3 മണിക്കൂറോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലോ ഉള്ള രീതിയിലാണ് അവർ സീക്രട്ട് വാർസും ഉദ്ദേശിക്കുന്നത്. ഇതെവിടെയോ കേട്ട പോലെ ഇല്ലേ? അതെ, വേറെ എവിടെയോ അല്ല, നമ്മുടെ ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിമും ഇതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ ഇൻഫിനിറ്റി വാർ 2.5 മണിക്കൂറോളവും ആൻഡ് അവിടെ നിന്ന് അങ്ങനെ എൻഡ് ഗെയിമിലോട്ട് വന്നാൽ അത് 3 മണിക്കൂറും കുറച്ച് മിനിറ്റുകളുമാണ് അതിൻ്റെ ഒരു ദൈർഘ്യമായിട്ട് ഉണ്ടായിരുന്നത്. ഡ്യൂറേഷൻ മാത്രമല്ല, പടത്തിൻ്റെ ഒരു പാറ്റേണും ആ ഒരു രീതിക്ക് തന്നെ ആയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് നമ്മുടെ ഇൻഫിനിറ്റി വാറിൽ എങ്ങനെയാണോ സൂപ്പർ ഹീറോസ് പല ടീമുകളായിട്ട് നിന്നിട്ട് ഒരു കോമൺ എനിമിയെ നേരിടാനുള്ള രീതിക്ക് ചെല്ലുന്നതും, ആൻഡ് എൻഡ് ഗെയിമിലോട്ട് എത്തിയപ്പോൾ എല്ലാവരും യുണൈറ്റ് ആവുന്ന അല്ലെങ്കിൽ അസംബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റും പരിപാടികളൊക്കെയാണ് നമ്മൾ കണ്ടതെങ്കിൽ, ഇവിടെ നമ്മുടെ ഡൂംസ്ഡേയിലും ഒരുപാട് സൂപ്പർ ഹീറോസിന്റെ ടീമുകൾ ഉണ്ടാവുന്നു. ആൻഡ് അവരെല്ലാവരും ഈ പറഞ്ഞ ഇൻഫിനിറ്റി വാർ മോഡിൽ പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ഒരു കോമൺ എനിമിക്ക് എതിരായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി സ്ട്രക്ചർ പോകുന്നതും, ആൻഡ് വൺസ് ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് ഇവരുടെ പാത്ത് ക്രോസ് ആവുന്ന രീതിയിൽ കാണിക്കുന്നതും, ആൻഡ് അവിടെ നിന്ന് അങ്ങനെ നമ്മൾ സീക്രട്ട് വാർസിലോട്ട് ഒരു ലീഡ് കൊടുത്ത് എല്ലാവരും ഒരുമിക്കുന്ന ഒരു ടീമപ്പ് മോഡിൽ സീക്രട്ട് വാർസിനെ കൊണ്ടുപോകാനാണ് പടത്തിന്റെ ഒരു ഐഡിയ. ആൻഡ് പടത്തിന്റെ ഭാഗത്തു നിന്നായിട്ട് ഒരു തരത്തിലുള്ള ലീക്കും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പടത്തിന്റെ ഷൂട്ട് നടക്കാൻ പോകുന്നത് വൺ സെറ്റപ്പിൽ പ്രൈവസിയിലായിരിക്കും എന്നാണ് റൂസോ പറയുന്നത്. ഏത് പടത്തിന്റെ കോൺസെപ്റ്റായിട്ട് ലീക്കായിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല. ലീക്ക് ആക്കിയതാണെന്ന് തമ്പുരാനറിയാം. അതെന്തെങ്കിലും ആവട്ടെ, അത് അവരുടെ വിഷയം. നമുക്ക് വേണ്ടത് നമ്മുടെ ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിം മോഡിലുള്ള ഒരു പടമാണ്. 2 പടമാണ്. പടത്തിന്റെ ഡ്യൂറേഷൻ, പടത്തിന്റെ സ്ക്രീൻ പ്ലേ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന വിധം എല്ലാം സൂചിപ്പിക്കുന്നത് ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിം മോഡലുള്ള ഒരു പടമാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലോട്ടാണ്. ആൻഡ് റൂസോ ബ്രദേഴ്സ് തന്നെയാണ് റിട്ടേൺ ആവുന്നതെന്നൊക്കെ ആലോചിക്കുമ്പോൾ എല്ലാം കൊണ്ടും ചരിത്രം ആവർത്തിക്കുകയാണല്ലോ, ഹിസ്റ്ററി റിപ്പീറ്റ് അടിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എൻ്റെ അവിടെ നിന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൂംസ്ഡേ പടത്തിലെ ഡോക്ടർ ഡൂമിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ, അല്ലെങ്കിൽ എന്തിനാണ് ഡൂം ഈ ബാറ്റിൽ വേൾഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ, ഡൂമിൻ്റെ ഒരു മോട്ടീവ് എന്താണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു ചെറിയ അപ്ഡേറ്റ്സ് ഒക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്ഡേറ്റ്സ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല, ജസ്റ്റ് തിയറീസ് എന്ന് പറയാനായിട്ട് പറ്റും. ഈ ഒരു മോഡലിൽ പടം വരാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലാണ് എന്നുള്ളൊരു രീതിക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, കാര്യത്തിലേക്ക് വരാം. നമ്മൾ ലോക്കി സീരീസ് ഒരു ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു സീരീസിൽ നമ്മുടെ ലോക്കി ടെസറാക്ട് അടിച്ചുകൊണ്ട് പോകുന്ന ഒരു കൊസറാക്കൊള്ളിത്തരം കാണിച്ചത് കൊണ്ടുണ്ടാവുന്ന ഒരു
ബ്രാഞ്ച്ഡ് ടൈം ലൈനിന്റെ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ആ ഒരു ലോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് മൊത്തം അങ്ങ് ബിൽഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ലോക്കിയെ പോലെ തന്നെ ടൈം ലൈനെ വെച്ച് അല്ലെങ്കിൽ ടൈമിനെ വെച്ച് എന്തോ ഒരു കുറുമ്പ് കാണിച്ചിട്ട് നമ്മുടെ ഡോക്ടർ ഡൂമിനെയും ഇതുപോലെ നമ്മുടെ ടി വി അങ്ങ് തൂക്കുവാണ്. അവിടെ വെച്ച് ടി വി എന്ന് വെച്ചാൽ എന്താണ്, ബ്രാഞ്ച്ഡ് ടൈം ലൈൻസ് എന്ന് വെച്ചാൽ എന്താണ്, സാക്രഡ് ടൈം ലൈൻ എന്ന് വെച്ചാൽ എന്താണ്, എൻ്റെ എല്ലാത്തിനും ഉപരി ഇതിൻ്റെയൊക്കെ തലതൊട്ടപ്പനായിട്ടിരിക്കുന്ന ലോക്കി ആരാണെന്നൊക്കെ നമ്മുടെ ഡോക്ടർ ഡൂം അറിയാണ്. ടി വിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഡോക്ടർ ഡൂം അങ്ങനെ ഒളിച്ചും പാത്തും നടക്കുന്ന സമയത്താണ് ഈ ഇൻകേഷൻ ഇവന്റ്സ് ഒക്കെ സംഭവിക്കുന്നത് ബയോണ്ടേഴ്സിന്റെ ഒരു മേൽനോട്ടത്തിൽ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഇൻകേഷൻ? രണ്ട് പ്ലാനറ്റ്സ് അല്ലെങ്കിൽ രണ്ട് യൂണിവേഴ്സുകൾ തമ്മിൽ കൊളൈഡ് ആവുന്ന ഒരു പരിപാടിയാണല്ലോ ഈ ഇൻകേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇൻകേഷൻ ഉണ്ടാവുന്നത്? ഒരുപാട് മൾട്ടിവേഴ്സുകൾ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഈ മൾട്ടിവേഴ്സിന്റെ ഒക്കെ മുകളിലായിട്ട് ഇരിക്കുന്നത് ആര്? മറ്റാരും അല്ല, ലോക്കി. അപ്പോൾ ലോക്കിയാണ് ഈ മൾട്ടിവേഴ്സുകളെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻകേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവന്റ് തടയാൻ വേണ്ടിയിട്ട്, ഐ മീൻ ഇങ്ങനെ പ്ലാനറ്റ്സുകൾ തമ്മിൽ കൊളൈഡ് ചെയ്ത് എല്ലാവരും നശിക്കുന്ന ഒരു ഇവന്റ്സ് കളയാനായിട്ട് ഇങ്ങനെ മൾട്ടിവേഴ്സേ വേണ്ട, ഒരേ ഒരു യൂണിവേഴ്സ്, ഒരൊറ്റ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കിക്കെതിരെ തന്നെ യുദ്ധത്തിന് പോകുന്ന രീതിക്കായിരിക്കും നമ്മൾ ഡൂംസ്ഡേയിൽ കാണാനായിട്ട് പോകുന്നത്. നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാനാണെങ്കിൽ ഡൂംസ്ഡേയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ലോക്കിയുടെ അടുത്തേക്കുള്ള ഒരു റേസ് തന്നെയായിരിക്കും. അതായത് ലോക്കിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഡൂം തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡാർക്ക് അവഞ്ചേഴ്സ്, അതായത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള അവഞ്ചേഴ്സിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് വേർഷൻ ആയിട്ടുള്ള ഒരു ആർമീനെ തന്നെ പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നതും അതും വെച്ചുകൊണ്ട് ലോക്കിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. അതിൻ്റെ ഡൂമിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അവഞ്ചേഴ്സ് ടീമും മറ്റൊരു സൈഡിൽ കൂടെ വരുന്നതായിരിക്കും. അതായത് ഇങ്ങനെ ഒരു പ്ലാൻ, അതായത് ഇൻകേഷൻ ഇവന്റ് തടയുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം, ബട്ട് അതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് മൾട്ടിവേഴ്സുകൾ ഇല്ലാണ്ടാക്കുന്ന ഒരു പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ അവഞ്ചേഴ്സ് ചുമ്മാ കയ്യും കെട്ടി നോക്കി നിൽക്കത്തില്ലല്ലോ. സോ ഡൂമിനെ തടയാൻ വേണ്ടിയിട്ട് അവഞ്ചേഴ്സും അങ്ങ് സീനിൽ ഇറങ്ങുവാണ്. അവഞ്ചേഴ്സിന്റെ ഒരു ടീം അപ്പ് ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ആയിരിക്കില്ല. അതായത് അവഞ്ചേഴ്സിന്റെ ഓരോ ക്യാരക്ടേഴ്സും ഓരോ സ്റ്റേജുകളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കും ഡൂംസ്ഡേയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. സീക്രട്ട് വാർസിലായിരിക്കും ഇവരെല്ലാം കൂടെ ഒരുമിപ്പിച്ച് ഒരുമിച്ച് ഒറ്റ ഒരു ശക്തിയായിട്ട് അവഞ്ചേഴ്സ് ആയിട്ട് ഡൂമിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ആവണം. ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ആയാലേ സീക്രട്ട് വാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റിന് അവിടെ പ്രസക്തിയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഡൂംസ്ഡേയുടെ എൻഡിങ്ങിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോഴേ ഒരു ഐഡിയ കിട്ടി കാണുമായിരിക്കുമല്ലോ അല്ലേ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് അറിയത്തില്ല, നമ്മുടെ ഡൂമിൻ്റെ ഒരു മോട്ടീവിനെ നമുക്കൊരു അൾട്ടിമേറ്റ് വില്ലന്റെ മോട്ടീവ് എന്ന് പറയാനായിട്ട് പറ്റില്ല. ടെക്നിക്കലി സ്പീക്കിംഗ് പുള്ളിയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇൻക്ലൂഷനൊക്കെ തടഞ്ഞ് ലോകത്തിൽ സമാധാനമായിട്ട് ഒരു ഒറ്റ വേൾഡ്, അതിൻ്റെ ഒരു കിങ് ആയിട്ട് ഞാൻ നിൽക്കണം എന്നുള്ളൊരു ചെറിയ പരിപാടി എന്നുള്ള രീതിക്കുള്ളൊരു മോട്ടീവാണ് പുള്ളിക്കുള്ളത്. പക്ഷേ ഈ മോട്ടീവിലെ വില്ലനിസം ഒളിഞ്ഞു കിടക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു പാത്താണ്. അതായത് മറ്റുള്ള ലോകങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ട് ഒരു ലോകം എന്നുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത് കുറച്ച് ഡാർക്കാണ്. കാര്യം ഇതൊരു നൈസ് ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. അതായത് ടിപ്പിക്കലായിട്ട് ലോകം നശിപ്പിക്കണം, എല്ലാവരെയും കൊന്നുകൊണ്ട് എനിക്ക് രാജാവായിട്ട് മാറണമെന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ വില്ലൻ ഐഡിയ കൊടുക്കാതെ ഇങ്ങനെ ഒരു മെച്ചുവറായിട്ടുള്ള ഒരു റീസണിങ്ങും കൂടി കൊടുത്താൽ, അതായത് RDJ പോലെ ഒരു ക്യാരക്ടറിനെ കൂടെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒരു റീസണിങ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് തന്നെയാണ് താനോസിൻ്റെയും പ്രശ്നം. താനോസിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുമ്പോൾ പുള്ളി പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. സെയിം ഒരു ഐഡിയോളജി തന്നെയാണ് ഇവിടെ ഡൂമിനും കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതിപ്പോൾ ഡൂമിനെ നന്മമരമാക്കുന്ന ഒരു മോഡലാണുള്ള സ്റ്റോറി പോകുന്നത് എന്നുള്ള രീതിക്ക് ചിലപ്പോൾ ചിലർക്ക് തോട്ട്സ് വന്നേക്കാം. നന്മമരമാക്കണമെന്ന് പറയുന്നില്ല, ഈ ഒരു റീസണിങ് കൊടുക്കുക, എന്നിട്ട് അങ്ങനെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ആ വേൾഡിൻ്റെ മൊത്തം കൺട്രോൾ എനിക്കാണെന്നുള്ളൊരു വില്ലനിസം കൂടി കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും സാധനം. ആൻഡ് റീഡ് റിച്ചാർഡ്സിനോടും പുള്ളിയുടെ കുടുംബത്തോടും ഒക്കെ നമ്മുടെ ഡൂം ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് വില്ലനിസം തന്നെയാണ്. സോ ആ ഒരു കാര്യത്തിന് കുറവൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെയ്ക്കും ഡൂംസ്ഡേ പറ്റിയിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ തന്നെ നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഈ ഒരു മോഡലിൽ തന്നെ പടം വരുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യങ്ങളും, ആൻഡ് ഇങ്ങനെ വന്നാൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, ആൻഡ് മോർ ഓവർ ഡൂമിൻ്റെ ക്യാരക്ടറിന് ഈ ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുന്നതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.